ഡാർണീസ് ഫാമിലി അംഗങ്ങളെ, പ്രത്യേകിച്ച് നിക്സന്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോൺ ബോസ്കോ യുവജന കേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്രിസ്മസിൻ്റെ സന്ദേശം കലാരൂപമായി നമ്മളെല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. യൂത്ത് സെൻ്ററിലെ കലാകാരന്മാർ തന്നെയാണ് ഇതിന് നേതൃത്വം, യൂത്ത് സെൻ്റർ അംഗങ്ങളായ കലാകാരന്മാർ തന്നെയാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈ വർഷത്തെ കരോള് 29, 30, അതായത് ഇന്ന് 2 ദിവസങ്ങളിലായി ഇന്ന് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതോടുകൂടി ഈ വർഷത്തെ കരോൾ സർവീസ് ഇവിടെ സമാപിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിവിടെ അവതരിപ്പിക്കാൻ സൗകര്യം തന്ന നിക്സൺ മാളിയേക്കൽ ഫാമിലിയെ പ്രത്യേകിച്ച് ഓർക്കുന്നു. അതുപോലെ സെൻറ് ആൻഡ്രീസ് കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ യുവജന കേന്ദ്രത്തിൽ ആർട്സ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് കരോൾ സർവീസ് അരങ്ങേറുക. ആർട്സ് വിഭാഗം സെക്രട്ടറി കൊച്ചുവർക്കിയുടെ നേതൃത്വത്തിലാണ് കരോൾ സർവീസ് എടുക്കുക. ഇതിൻ്റെ രചന സംവിധാനമൊക്കെ നിർവഹിച്ചിരിക്കുന്നത് യൂത്ത് സെൻ്റർ മുൻ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി കൂടിയായ ആൻ്റണി ബിപിൻ അവറുകളാണ്. അതോടൊപ്പം യൂത്ത് സെൻ്ററിൻ്റെ കലാകാരന്മാർ ഇതിൻ്റെ കലാവേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. എല്ലാവർക്കും നല്ലൊരു കലാസന്ധ്യ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. 2 വാക്ക് ക്രിസ്മസിൻ്റെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി IYDC ഡയറക്ടറായ റവറൻഡ് ഫാദർ ജോൺ മുട്ടത്തുപറമ്പിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദ്യമായി തന്നെ ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. ഡോൺ ബോസ്കോ യൂത്ത് സെൻ്ററിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ഏകദേശം 6-7ഓളം സ്റ്റേജുകളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടാണ് ഇവർ ഈ സന്ദേശം ഈ ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പം അതിനായിട്ട് വളരെയേറെ പ്രയത്നിച്ച ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി കൊച്ചുവർക്കി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ CJ ആൻ്റണി, ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ജോണി പടയാറ്റിൽ, ബാക്കി ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാ വീടുകളിലും ഡിസംബർ 1-ാം തീയതി നമ്മൾ സ്റ്റാർ തൂക്കാറുണ്ട്. യേശുവിങ്കിലേക്ക് പുൽക്കൂട്ടി ജനിച്ച ഉണ്ണി യേശുവിൻ്റെ അടുത്തേക്ക് രാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും ആനയിച്ച നക്ഷത്രത്തിൻ്റെ ഓർമ്മയാണ് ഈ സ്റ്റാർ നമ്മൾ കെട്ടിത്തൂക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ യേശുവിലേക്ക്, നന്മയിലേക്ക്, സത്യത്തിലേക്ക് അടുപ്പിക്കുന്ന സ്റ്റാറുകളായി മാറുക എന്നുള്ള സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നത്. നമുക്കെല്ലാവർക്കും സത്യത്തിലേക്കും നന്മയിലേക്കും യേശുവിലേക്കും മറ്റുള്ളവരെ നയിക്കുന്ന സ്റ്റാറുകളായി മാറുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനാൽ ദൈവം തന്നെ നമുക്കതിനുള്ള അടയാളം തരും. ഒരു യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപേ നിങ്ങൾ ഭയപ്പെടുന്ന ആ 2 രാജ്യങ്ങളും രാജാക്കന്മാരും ഛിന്ന ഭിന്നമാകും. യേശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നിറവേറുന്നത്? മകനെ ആഹാബ്, അന്തരീക്ഷം നീ ദർശിക്കുന്നില്ലേ? അതിന്റെ സമാഗമ സംഗമമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ പൂർത്തീകരണത്തിന്റെ സമയം ആഗതമാകുന്നത് പോലെ എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന കാര്യമല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്?
തീർച്ചയായും ആഹാബ്, എല്ലാം ദൈവത്തിന്റെ ഹിതമനുസരിച്ചേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. ശരിയാണ് അങ്ങ് പറഞ്ഞത്. സാറ വന്ധ്യയും പ്രായം ചെന്നവളുമായിരുന്നു. എന്നിട്ടും വാഗ്ദാനങ്ങൾ അനുസരിച്ച് തന്നെ അവളൊരു പുത്രന് ജന്മം നൽകി. ആഹാബ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ജോന, ഒരു നക്ഷത്രം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കും. അതീവ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ നക്ഷത്രം കൊണ്ട് എനിക്ക് എന്റെ രാജ്യകാര്യങ്ങളും എന്റെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അതെന്നെ വല്ലാതെ അസ്വസ്ഥചിത്തനാക്കുന്നു. ബെൽത്തസർ മഹാരാജൻ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങേക്ക് ഈ കൊട്ടാരത്തിലെ സുന്ദരിമാരായ തോഴിമാരോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നുകൂടെ? എന്തിനാണ് ഈ യാത്ര? ജോന, ഇത് കേവലം ഒരു യാത്രയല്ല. ദിനം പ്രതി വാനഭൂവങ്ങളിൽ അനേകായിരം നക്ഷത്രങ്ങളെ ദർശിക്കുന്നവനാണ് ഞാൻ. എന്നാൽ ഇതുവരെ ഒരു നക്ഷത്രം ഞാൻ ദർശിച്ചിട്ടേയില്ല. അതീവ ശ്രേഷ്ഠമായി വളരെ യുഗങ്ങൾ തോറും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ആ അഗ്നിജ്വാലയായി അന്തരീക്ഷത്തിൽ കത്തിജ്വലിച്ച് പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ആ നക്ഷത്രം, അതിനെന്തോ എന്നോട് സംസാരിക്കുവാനുണ്ട്. അതിൻ്റെ ദിവ്യശോഭ അതെൻ്റെ കൺചിമ്മിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിനാൽ ഈ യാത്ര എനിക്ക് തുടർന്നേ പറ്റൂ. ശരിയാണ് അങ്ങ് പറഞ്ഞത്. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ. പക്ഷേ അങ്ങില്ലാത്ത ഈ രാജ്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതൊന്നും ഇപ്പോൾ എൻ്റെ കൺമുൻപിൽ ഒരു പ്രശ്നമല്ല ജോൻ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. എന്നാൽ എൻ്റെ ഉറക്കം കെടുത്തുന്ന ആ വാൽനക്ഷത്രം, അതിൻ്റെ രഹസ്യം, അതിൻ്റെ ഉത്ഭവം അതെനിക്ക് കണ്ടെത്തിയേ മതിയാകും. അതെന്തിനാണ് എനിക്ക് തന്നെ ദർശനത്തിൽ വന്നതെന്ന് എനിക്ക് കണ്ടെത്തിയേ മതിയാകും. ഈ നക്ഷത്രം കൂടി നിൽക്കുന്ന ഈ മിസോറി മാസത്തിൽ ആ നക്ഷത്രത്തിന്റെ രഹസ്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്കിൽ ഞാൻ മടങ്ങട്ടെ. എൻ്റെ ഈ രാജ്യവും എൻ്റെ ഈ പ്രജകളെയും നീ സംരക്ഷിക്കണം. ശരി പ്രഭു. ഈ നക്ഷത്രം
എന്നെ വല്ലാതെ വഴിതെറ്റിക്കുകയാണോ? എത്ര കുന്നുകൾ, പുഴകൾ, മലകൾ, നടന്നു വയ്യാതായി. പക്ഷേ ഈ ദിവ്യ നക്ഷത്രം പിന്തുടർന്ന് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഉറപ്പായും എത്തും. അങ്ങയെ കണ്ടിട്ട് ഒരു പണ്ഡിതനാണെന്ന് തോന്നുന്നു. അങ്ങെന്തിനാണ് ഈ ദുർഘടമായ ഈ ഘോരവനത്തിൽ എത്തിയിരിക്കുന്നത്? ഞാൻ ഭൂഗോള ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പണ്ഡിതനാണ്. പേര് കാസ്പർ. ഒരു വലിയ നക്ഷത്രത്തെ പിന്തുടർന്നാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചത്. ചിലപ്പോഴൊക്കെ മറയുകയും പിന്നെയും തെളിയുകയും ചെയ്യുക എന്തോ വലിയൊരു പ്രതിഭാസമാണ്. വേദപുസ്തകം നോക്കിയപ്പോൾ ഒരു രക്ഷകന്റെ ജനനവും ഈ നക്ഷത്രവും തമ്മിൽ അഭേദ്യമായ ഏതോ ഒരു ബന്ധം സൂചിപ്പിക്കുന്നു. എനിക്കത് കണ്ടുപിടിച്ചേ മതിയാവൂ, അല്ലാതെ എനിക്ക് വിശ്രമമില്ല. അതെ, നിങ്ങളൊരു രാജാവല്ലേ? പേര്? അതെ കാസ്പർ, ഞാൻ മെൽക്കിയോർ. കാസ്പർ, ഇതൊരു മഹാ അത്ഭുതമായി തോന്നുന്നു. നാമും അങ്ങ് കണ്ടതുപോലെ വാനിൽ വലിയൊരു നക്ഷത്രത്തെ കണ്ടിരുന്നു. നമുക്ക് മനസ്സിലായത് ആ നക്ഷത്രം ഒരു ദിവ്യ നക്ഷത്രമാണെന്നാണ്. സഞ്ചരിക്കുന്ന ആ നക്ഷത്രത്തെ പിന്തുടർന്ന് കിഴക്ക് ദേശത്തു നിന്നാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി 16 വിനാഴിക കഴിഞ്ഞാൽ യൂദയ നാടായി അഗസ്ത്യർ സീസറുടെ രാജ്യം. ഒരുപക്ഷേ ആ ദിവ്യ ജനനം ആ ദേശത്ത് തന്നെ ആയിരിക്കും. ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ഇങ്ങനെ തന്നെ ആകും എന്നാണ് നാം മനസ്സിലാവുന്നത്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ഒന്ന് നിൽക്കണേ. ഈ ഘോരവനത്തിൽ 2 രാജാക്കന്മാരും. നിങ്ങൾ ആരാണ്? ഞാൻ ബെൽത്താസർ, അങ്ങ് പടിഞ്ഞാറൻ ദേശത്തുള്ള അതിപുരാതന നഗരമായ ട്രീഫേ നഗരത്തിന്റെ അധിപൻ ബെൽത്താസർ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? സഹോദര, ഒരു വാൽനക്ഷത്രം കുറച്ച് നാളുകളായി അതെന്റെ ഉറക്കം കെടുത്തുന്നു. എന്റെ കൊട്ടാരത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ വാൽനക്ഷത്രത്തെ പിന്തുടർന്ന് ഈ ഘോരവനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എന്നാൽ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം അതെന്റെ കൺമുൻപിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ തളർന്നു നിൽക്കുകയാണ് ഞാൻ. വരൂ സഹോദര, ഞങ്ങളും ആ നക്ഷത്രത്തെ പിന്തുടർന്ന് പല ദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. തീർച്ചയായും. വരൂ. എന്തു പറ്റി മോനെ? കാലാക്കുഴി വീട് പോയി. നീ മറ്റേ കൊച്ചുവർക്കിയല്ലേ ഡോൺ ബോസ്കോല? ഏത് കൊച്ചുവർക്കി? ആർട്ട് സെക്രട്ടറി ആണോ? ആ, നിന്നെ ആർക്കും അറിയാൻ പാടില്ലട്ടാ. ആ, നീ ഒരു മണ്ടനാണ്. ഓണ ഞാനോ മണ്ടറോ? ഞാനിങ്ങനെ മണ്ടറ? എന്തു പറ്റി? ഇതാണ് നിന്നെ കൊണ്ടുള്ള കുഴപ്പം. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഡയലോഗ് മര്യാദക്ക് പഠിക്കുന്നു. അപ്പൊ നീ പഠിക്കാത്തോ? ഡയലോഗ് തെറ്റിച്ചിട്ട് ഇനിയിപ്പോ ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ റൂത്തല്ലേ പോകുന്നത്? റൂത്ത്, റൂത്ത്, റൂത്ത്. ആ അവിടെ പോക്ക് കണ്ടില്ലേ? കൊട്ടാരം രാജ്ഞിയാന്നുള്ള വിചാരം.
അവിടെ രാജകോട്ടയത്തില് ചാണകം വരുന്ന പണി അവൾക്ക്. നിനക്ക് എപ്പോഴാണ് അവള് ചാണകം പറഞ്ഞവളായത്? അവള് ചാണകം വരുന്നോണ്ട്. പിന്നെ നീ പണ്ട് അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തൊക്കെ എനിക്കറിയാം. അത് സത്യമാണ്. അത് കൊടുത്തതിന് ശേഷമല്ലേ അവള് ചാണകം വരലും കച്ചറൊക്കെ. ചാണകമല്ലേ വരിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പ് നീ എങ്ങനെയായിരുന്നു പറഞ്ഞത്? അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു കൊള്ളത്തില്ലാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നീ ആള് കൊള്ളാട്ടാ. നീ ഒരു കാര്യം പറഞ്ഞാ, എന്താണ്? ഇവിടെ രാജാവിനും മന്ത്രിക്ക് എന്തോ ഭ്രാന്തായെന്നാ തോന്നുന്നത്. എന്ത് പറ്റി? ആ രാജാവ് എന്തോ ആ 3 രാജാക്കന്മാർ വന്നില്ലേ, ആ അതേ പിന്നെ രണ്ടിനും ഭ്രാന്തായത്. അത് ശരിയാണ് കേട്ടോ. ആ. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ രാജാവാണെ വെടികൊണ്ട പന്നിനെ പോലെ ദിങ്ങനെ 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 നടക്കും. മന്ത്രിയാണെങ്കിലാ വെടികൊണ്ട പാമ്പിനെ പോലെ ദിങ്ങനെ ഇങ്ങനെ നടക്കുന്നു. ഇത് എന്ത് പറ്റിയതാണെന്നാവും? പിന്നെ നീ ഒരു കാര്യം പറഞ്ഞാ, എന്താണ്? ആ രാജാവ് മന്ത്രിയെ പറഞ്ഞു വിട്ടിരിക്കുക ആ 3 പൂജ്യ രാജാക്കന്മാരെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. ആണല്ലേ? ആ എടാ അത് നീ എങ്ങനെ അറിഞ്ഞടാ? എടാ സത്യം പറയടാ. കൊട്ടാരത്തിലെ പാചകക്കാരില്ല ശലോമി, എന്റെ ഇപ്പോഴത്തെ കാമുകി. ആ മറ്റേ 2 പല്ലു പോയോളാ? പല്ല് പോയതൊന്നുമല്ല, അത് നിന്റെ. പിന്നെ ഏതാണ് സലോമി? ആ ശലോമി അതൊക്കെ അത് നീ അറിയേണ്ടത്. അതെ, ആ ശലോമി അടുത്ത് പോയപ്പോഴത്തേക്ക് ആ അന്തപുരത്തിൽ രാജ്ഞി സംസാരിക്കുന്ന കേട്ടതാ ഇപ്പൊ പറഞ്ഞത്. എന്നാലും നീ ഇടക്കിടക്ക് സലോമിനെ കാണാൻ പോണ്ടല്ലേ? നീ ആള് വരുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനാ പണ്ടെങ്ങാനൊക്കെ വന്ന് അന്ന് എന്നെ ഒലക്കടിച്ച് ഓടിച്ചാരണം. പിന്നെ ഞാൻ പോവാറില്ല. നന്നായി. മന്ത്രി ദൈവമേ, മന്ത്രി അടിച്ച് പറ്റാത്ത എല്ലാം മേഘവലയങ്ങൾ വന്ന് മറച്ചു കളഞ്ഞു. യൂദയാ നാടിന്റെ സർവാധിപൻ മഹാമന്ത്രി എഫ്രാത്തിന് ആദ്യമായി തോൽവി. ഹെറോദസ് മഹാരാജാവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ഇനി നോക്കും? തോൽവി, തോൽവി, ഇതെന്റെ തോൽവി. സ്വർണത്തെക്കാൾ ശോഭയുള്ള ഗോതമ്പടികൾ വെട്ടിത്തിളങ്ങുന്ന യുദ്ധയാർന്നാടിന്റെ മഹാമന്ത്രിക്ക് തോൽവിയെന്നോ? സംഭവിക്കാൻ പാടില്ല, സംഭവിക്കരുത്. രക്ഷകൻ, 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 ആ നാമം ഈ കൊട്ടാരത്തിൽ ഉച്ചരിക്കരുത്. പോയാലുണ്ടായി പറയൂ. രാജൻ, ഞാൻ കുറെ നേരം അവരെ പിന്തുടർന്നു. അവരെന്റെ വാളിൻ തുമ്പത്തെത്തിയപ്പോൾ വലിയൊരിടിയും മഴയും മേഘവും വന്ന് എന്റെ കൺമുമ്പിൽ ആ മേഘങ്ങൾ മാഞ്ഞപ്പോൾ അവർ കടന്നു വന്നു. താങ്കളിന് ശബ്ദിക്കരുത്. പടക്കളത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് താങ്കളുടെ പ്രാഗൽഭ്യം കണ്ട കോരിത്തെറിച്ചവരാണെന്നാ. താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നോ? താങ്കൾ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. രാജൻ, എനിക്കൊരവസരം കൂടി തരൂ. അവരുടെ 3 പേരുടെയും ശിരസ് അവരുടെ കാലത്തിൽ കൊണ്ടുവന്ന് വെട്ടിക്കാൻ. അത് വേണ്ട. അവൻ ഒരു ദിവ്യരക്ഷകൻ തന്നെയായിരിക്കും. അവൻ വധിക്കപ്പെടണം. എന്താണ് ഈ പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാവില്ല. യൂദയാ നാടിന്റെ അധിപൻ
ഹെർദോസ് കൽപ്പിക്കുന്നു, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളും വധിക്കപ്പെടണം. രാജൻ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വധിക്കണമെന്നോ? അങ്ങനെയെങ്കിൽ നമ്മുടെ യൂദയാ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികൾ വധിക്കപ്പെടുന്ന കൂട്ടത്തിൽ ആ രക്ഷകനും വധിക്കപ്പെടും. താങ്കൾ ഇത്രയും മൂഢനായ മന്ത്രിയാണോ? കൽപ്പന പുറപ്പെടുവിക്കൂ. രാജൻ, ഉത്തരവ് പോലെ. ഏയ്, പടത്തലവന്മാരെ, 4 ദിക്കിലേക്ക് പോകുവിൻ. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവിൻ. ഇത് ഹേറോദേസ് രാജാവിന്റെ കൽപ്പനയാണ്. വേഗമാകട്ടെ. രാജൻ, ഗ്രന്ഥങ്ങൾ പേടിച്ചു ഉറയ്ക്കുന്ന, മേഘഗർജനങ്ങൾ നിഷ്ഫലമാക്കുന്ന, വായുവിനെ പോലും നിശ്ചലമാക്കുന്ന ഹെറോദോസ് ചക്രവർത്തിക്കെതിരെ ഒരു ശിശു ഇമ്മാനുവേൽ പോലും അവൻ വധിക്കപ്പെടാം. അവൻ വധിക്കപ്പെടാം. വധിക്കപ്പെടട്ടെ, വധിക്കപ്പെടട്ടെ, വധിക്കപ്പെടട്ടെ. ദൈവം തീർക്കുന്നു മനുഷ്യനല്ലേ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും പിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ട്രോൾ സർവീസോടെ സമാപിക്കുകയാണ്. പിന്നെ ഒരു നന്ദി മാളിയേക്കൽ കുടുംബാംഗത്തിൻ്റെ പേരിൽ നേരുന്നതിന് വേണ്ടി യൂജിൻ മാളിയേക്കലിനെ നമുക്കറിയാം. യൂജിൻ ഫെർണാണ്ടസ് നിക്സന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ജന്മദിനവും കൂടിയാണ്. സാത്യാത് കേന്ദ്ര സമിതിയുടെ കുടുംബ ശുശ്രൂഷ സമിതി കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. യൂജിൻ ഫെർണാണ്ടസിന് ഡോൺ ബോസ്കോ കേന്ദ്രത്തിൻ്റെ ജന്മദിന മംഗളങ്ങൾ നേരുന്നു. ഒപ്പം തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ ആക്ടീവ്സും ഡ്രസ്സുകൾ മാറരുത്. നമുക്കൊരു ഫോട്ടോ സെഷനുണ്ട്. തുടർന്ന് വേഷവിധാനങ്ങൾ മാറി വെക്കുക. ഏറ്റവും
വടുതല ഡോൺ ബോസ്കോ യുവജന കേന്ദ്രം ആർട്സ് വിങ്, അതുപോലെ തന്നെ സെയിൻറ്റ് ആൻ്റണീസ് ഫാമിലി യൂണിറ്റ് അംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു 50 വർഷത്തിന് പിന്നിലേക്ക് ഞാനിപ്പോൾ ചിന്തിച്ചു പോയി. കാരണം പണ്ട് ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളിലെ ഡിസംബർ 25 തുടങ്ങി ഏകദേശം ഒരു 40ഓളം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കരോളുമായിട്ട് ഇറങ്ങുന്നത്. ഡിസംബർ 31 തീയതി വരെ വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി. ഇന്നിപ്പോൾ ക്രിസ്മസ് പാപ്പയായിട്ട് ഡാൻസ് ചെയ്ത കുട്ടിയുടെ പ്രായം തുടങ്ങി വളരെ ഏജ് കൂടി എന്ന് പറയുമ്പോൾ ഒരു 70 വയസ്സ് വരെയുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടാവും. അവരനുഭവിച്ചുകൊണ്ട് ഏകദേശം ഒരു 100ഓളം പേര്, കാരണം ഒരു 10 വീടിലെങ്കിലും പോയാൽ മാത്രമേ ഈ കരോളിൻ്റെ ആദ്യം തുടങ്ങിയുള്ള അവസാനം വരെയുള്ള സ്ക്രിപ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ആക്ടേഴ്സും ഫോട്ടോ സെഷന് വേണ്ടി എത്തിച്ചേരേണ്ടതാണ്. എല്ലാ ആക്ടേഴ്സും പ്ലീസ് കം ഫോർവേഡ് ഫോർ എ ഫോട്ടോ സെഷൻ. പലപ്പോഴായി പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് രചിച്ചതും അതുപോലെ തന്നെ സംവിധാനം ചെയ്തതും എല്ലാം ആൻ്റണി വിപിൻ അവറുകളാണ്. അദ്ദേഹത്തെ നന്ദിയോടുകൂടി നല്ല കൈകളടിച്ചുകൊണ്ട് നമുക്ക് നന്ദി രേഖപ്പെടുത്താം. മന്ത്രിയായിട്ട് അഭിനയിച്ചതും ആൻ്റണി വിപിൻ അവറുകളാണ്. അതോടൊപ്പം തന്നെ പൂജരാജാക്കന്മാരായി അഭിനയിച്ചത് വാൾട്ടൺ, ഡാഡു, ജോണി, കെ എ ജോണി, ഫെബിൻ എന്നിവരാണ്. നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കാം. എല്ലാ ആശംസകളും സ്റ്റിയറിംഗ് കമ്മിറ്റി വരുന്നിരുന്നു. ജോസഫ് ഔസപിതാവായി, ജോൺ ജോസി മാതാവായി ഷിബു രണ്ടുപേർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ സാവുകളായി ഡാഡു ആണ് വേഷമിട്ടത്. ഡാഡുവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ആട്ടിടയന്മാരായി മിഥുനും ആർട്സ് വിഭാഗം സെക്രട്ടറി കൊച്ചുവർക്കിയുമാണ്. രണ്ടുപേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. പപ്പാഞ്ഞിയായിട്ട് നദാലാണ്. നദാലും ആൻ്റപ്പനും വിപിൻ്റെ മകനാണ്. രണ്ടുപേർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും നേരുന്നു. ജോന ആയിട്ട് വേഷമിട്ടത് ഫെബിനാണ്. ഫെബിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത് ആർട്സ് വിഭാഗമാണ്. ആർട്സ് കൾച്ചറൽ വിംഗ് സെക്രട്ടറി കൊച്ചുവർക്കി അവറുകളാണ്. കൊച്ചുവർക്കി നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് എല്ലാ ആശംസകളും നേരാം. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും യൂത്ത് സെൻറ്റർ അംഗങ്ങളും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ 2 ദിവസമായി ഇതിന് സമയം കണ്ടെത്തി എല്ലാ വേഷവിധാനമൊക്കെ ഒരുക്കിയത് നമ്മുടെ ഗോഡ്വിൻ റോഡ്രിക്സ് അവറുകളാണ്. ഗോഡ്വിൻ റോഡ്രിക്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. യൂത്ത് സെൻറ്റർ അംഗങ്ങളായ എല്ലാവർക്കും മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ അസ്നാർ കുട്ടി, അതുപോലെ തന്നെ പ്രോംപ്റ്റ് ചെയ്ത സിബിൻ വിൻസെൻ്റ്, അതുപോലെ ഷെഫിൻ വാസ്, അനൂജ് PS, വിക്സൺ, സേവിച്ചേട്ടൻ, അങ്ങനെ ഇവിടെയുള്ള മുമ്പിലുള്ളവരുടെ കാണുന്ന പേരൊക്കെ ഞാൻ പറയുകയാണ്. എല്ലാവരെയും പ്രത്യേകിച്ച് സഹകരിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് സഹകരിച്ച ജോസ് ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമെല്ലാം ഒന്ന് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂത്ത് സെൻറ്റർ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് സെൻറ്റ് ആർണീസ് യൂണിറ്റിൽ കളിക്കുവാൻ വിളിച്ചു പറഞ്ഞ് കോർഡിനേറ്റ് ചെയ്ത് മാക്സ്വൽ ഫെർണാണ്ടസ് ആണ്. മാക്സ്വലിനെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. അതുപോലെ യൂജിൻ ഫെർണാണ്ടസിനെ നേരത്തെ പറഞ്ഞതാണ്. യൂജിൻ ഫെർണാണ്ടസിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഫുഡ് ഉണ്ട്, കഴിച്ചിട്ട് വേണം പോകാൻ.